നമസ്കാരം. വിദ്യാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ജാനുവരിയിൽ വായിച്ച ആദ്യത്തെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു ഒരിക്കൽ. ഇനി രണ്ടാമത് വായിച്ച പുസ്തകം എന്ന് പറഞ്ഞാൽ എം മുകുന്ദന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്നുള്ളതാണ്. ഇത് ഒരു ചെറുകഥ സമാഹാരമാണ്. കുറച്ച് കഥകൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ളതാണ്. ഇതും ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരുപാട് പേജസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വായിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, ഒരുപാട് പേജസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇതില് 7 കഥകളാണ് ഉള്ളത്. ഈ ഒരു കഥാസമാഹാരം മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതി തന്നെയാണ്. അപ്പോൾ എം മുകുന്ദന്റെ മിക്കവാറും എല്ലാ കഥകളിലെയും പോലെ ഇതും മയ്യഴിയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ പ്രമേയത്തിലുള്ള വൈവിധ്യമാണ്. അതായത് ഓരോ കഥയും ഓരോ വിഷയങ്ങളാണ്, ഒന്നും ഒരേ വിഷയങ്ങളല്ല, എല്ലാം വ്യത്യസ്തമായ വിഷയങ്ങളാണ് എന്നുള്ളതാണ്. അതുപോലെ ലളിതമായ ഭാഷയാണ്, അതിന്റെ ആണെങ്കിലോ വലിയ ആശയങ്ങളാണ്. ലളിതമായ ഭാഷയിൽ വലിയ ആശയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലെ കഥാപാത്രങ്ങളുടെ ഒരു തനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സൂപ്പർ ഹീറോസ് ഒന്നുമില്ല. നമ്മളെ പോലെ സാധാരണക്കാരായ ആൾക്കാർ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ കണ്ട ആൾക്കാർ, നമുക്കിങ്ങനെ എന്താ പറയാ, ഒരു എക്സ്ട്രാ പവർ ഉള്ള ആൾക്കാരും അങ്ങനെയൊന്നുമില്ല. സാധാരണ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കഥയാണ്. അപ്പൊ ഇതും വളരെ ചെറിയ ഒരു പുസ്തകമാണ്. അപ്പൊ കുറച്ച് കഥകളാണ്. ഒരു കഥ വായിക്കാൻ ശരിക്കും ഒന്നിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കഥ വായിച്ച് കഴിയും. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പൊ ഇതാണ് ഞാൻ വായിച്ച രണ്ടാമത്തെ പുസ്തകം. ഇനി ഫെബ്രുവരിയിൽ ഇതുപോലെ വായിക്കണം എന്നുണ്ട്. ഏതൊക്കെയാന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതും ഇതുപോലെ ഞാൻ പറയാം. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുകയും ചെയ്യാലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.